ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് അയില മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മീനാണ്. ഈ മീൻ വെച്ചിട്ടാണ് നമ്മളിന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്കുള്ള മസാല അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ മീൻ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളകും പൊടി നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീനിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ മസാല നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഈ മസാലയിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. ആദ്യം നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം, നമ്മുടെ മീനിലേക്ക് പിടിപ്പിച്ച് കൊടുക്കാൻ. അപ്പം നമ്മൾ വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കുക. എങ്ങനെയാണെങ്കിൽ നമ്മുടെ മീനിന് പെർഫെക്റ്റായിട്ട് മസാല പിടിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ മസാലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഇനി നല്ലതുപോലെ തന്നെ നമ്മളെ കൈ വെച്ചിട്ട് തന്നെ മീനിൻ്റെ ഉള്ളിലേക്കും എല്ലാ ഭാഗത്തേക്കും മസാല ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഫുള്ള് മസാല ഇപ്പോൾ മീനിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വന്നപ്പോൾ നമ്മുടെ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മീൻ നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിതുപോലെ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പം നമുക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മീൻ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ മസാല പിടിപ്പിച്ചിട്ട് മീൻ ഫ്രൈ ചെയ്തെടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മീൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മീൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും, കാരണം ഒരു ഭാഗം വെന്ത് കഴിഞ്ഞതാണ്. ഇപ്പം നമ്മുടെ മീൻ ഇവിടെ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മീൻ ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ആയി വന്നിട്ടുള്ള നമ്മുടെ മീൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മീനൊക്കെ ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.